വളമംഗലം പള്ളിയുടെ ആരംഭചരിത്രം. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽപ്പെട്ട പറവൂർ തെക്ക് വില്ലേജ് വളമംഗലം മുറിയിൽ സ്ഥിതി ചെയ്യുന്ന വളമംഗലം തിരുഹൃദയ ദേവാലയം സ്ഥാപിതമായത് ക്രിസ്തുവർഷം 1925 ആണെങ്കിലും അതിന് 8-10 വർഷം മുൻപേ തന്നെ പണിക്കുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചിരുന്നു. വളമംഗലം ഇടവകാംഗവും എറണാകുളം അതിരൂപത വികാരി ജനറാളുമായിരുന്ന റവറൻ മോൺസിഞ്ഞർ ഗീവർഗീസ് ബെർണാർഡ് മാടമ്പാകത്ത് അവരുടെ നേതൃത്വത്തിലും ഇടവക ജനങ്ങളുടെ സമ്പൂർണ്ണ സഹകരണത്തിലുമാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അക്കാലം മുതൽ തന്നെ ജനങ്ങളിൽ നിന്നും തെങ്ങുകൾ കെട്ടിയും അരി പിരിച്ചും ആവശ്യമായ പണം സംഭരിച്ചുകൊണ്ടിരുന്നു. 1922-ലും 1923-ലും ഓരോ സ്ഥലങ്ങൾ കാണിച്ച് പള്ളി വയ്ക്കുന്നതിന് അനുവാദത്തിനായി ഗവൺമെൻറ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിച്ചുവെങ്കിലും ഓരോരോ സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞ് അവ തിരസ്കരിക്കപ്പെടുകയാണ് ഉണ്ടായത്. 1925-ൽ വീണ്ടും ഇപ്പോഴത്തെ പള്ളിയിരിപ്പ് പുരയിടം കാണിച്ച് ഒരപേക്ഷ സമർപ്പിച്ചു. മുന്നനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഇതും തിരസ്കരിക്കപ്പെടുമെന്ന് ഭയപ്പെട്ട മോൺസിഞ്ഞറും സഹപ്രവർത്തകരും തിരുവനന്തപുരത്ത് ഭക്തിവിലാസത്ത് ചെന്ന് അന്ന് ദിവാൻജിയായിരുന്ന സർ രാഘവയ്യ അവർകളെ നേരിൽ കണ്ട് നിവേദനങ്ങൾ സമർപ്പിച്ചു. അദ്ദേഹം വളരെ അനുഭാവപൂർവ്വം നിവേദനം സ്വീകരിച്ചുവെന്ന് മാത്രമല്ല, താൻ താമസിയാതെ വടക്കൻ സർക്യൂട്ടിന് ഇറങ്ങുമെന്നും തദവസരത്തിൽ തന്നെ സമീപിച്ച് വിവരം പറഞ്ഞാൽ സ്ഥലത്തു വന്ന് വസ്തുതകൾ നേരിൽ കണ്ടും കേട്ടും മനസ്സിലാക്കി വേണ്ടത് ചെയ്തു തരാമെന്നും നിവേദകർക്ക് ഉറപ്പുകൊടുത്തു. ഉദ്ദേശം 2 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചേർത്തലയിൽ വന്നിട്ടുണ്ടെന്നറിഞ്ഞ് മോൺസിഞ്ഞറും സഹപ്രവർത്തകരും കൂടി ചേർത്തലയിലെത്തി TBയിൽ വെച്ച് അദ്ദേഹത്തെ കണ്ട് സംസാരിക്കുകയും അദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ട് സ്ഥലത്തെത്തുകയും ചെയ്തു. ഈ വിവരം മനസ്സിലാക്കിയ വളമംഗലത്തെ കുറേ അക്രൈസ്തവർ ചേർന്ന് ഒരു ക്രൈസ്തവ ദേവാലയം സ്ഥാപിക്കുന്നതിൽ തങ്ങൾക്ക് പ്രതിഷേധമുണ്ടെന്നും ഈ സ്ഥലം ക്ഷേത്ര സങ്കേതത്തിൽ ഉൾപ്പെട്ടതാണെന്നും പള്ളി ഉണ്ടായാൽ മൃതദേഹ സംസ്കരണം ഉണ്ടാകുമെന്നും അത് തങ്ങളുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതാണെന്നും മറ്റുമുള്ള പരാതികൾ ദിവാൻജിയെ ധരിപ്പിച്ചു. എന്നാൽ ദിവാൻജി അവരുടെ പരാതികൾ അതേപടി സ്വീകരിക്കുവാൻ നിർവാഹമില്ലെന്നുള്ള കാരണത്താൽ തള്ളിക്കളയുകയും ഉദ്ദേശം 2 മാസത്തിന് ശേഷം പള്ളി മാത്രം സ്ഥാപിക്കുവാൻ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പാസാക്കി അയക്കുകയും ചെയ്തു. പ്രസ്തുത ഉത്തരവ് ലഭിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നിർഭാഗ്യമെന്ന് പറയട്ടെ മോൺസിഞ്ഞർ മാടമ്പാകത്ത് നിര്യാതനായി. ഇടവകങ്ങളിൽ ഒരാൾ പള്ളി പണിയുന്നതിനുള്ള സ്ഥലം സംഭാവന ചെയ്തു. പള്ളി പണിയുന്നതിന് അനുവാദം ലഭിച്ചതിനെ തുടർന്ന് ഉടനടി ഓല കൊണ്ട് മേഞ്ഞ ഒരു താൽക്കാലിക കെട്ടിടമുണ്ടാക്കി. അതിൽ പള്ളിപ്പുറം ഫൊറോന പള്ളി വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ജോർജ് മണിയങ്കോട്ട് 1925-ൽ ആദ്യമായി ദിവ്യബലി അർപ്പിച്ചു. കുറേ കാലത്തേക്ക് ബഹുമാനപ്പെട്ട ഫൊറോന വികാരി അച്ഛൻ തന്നെയാണ് ഇവിടുത്തെ കർമാദികൾ നടത്തിക്കൊണ്ടിരുന്നത്. 1926-ൽ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നതിനുള്ള ചുമതല കാവിൽ പള്ളിയുടെ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട മണ്ണാറ ഗീവർഗീസ് അച്ഛനെ ഏൽപ്പിച്ചു. അധികനാൾ കഴിയുന്നതിന് മുമ്പ് കോട്ടൂർ ബഹുമാനപ്പെട്ട കുര്യാക്കോസ് അച്ഛൻ ഇവിടുത്തെ വികാരിയായി നിയമിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി 1927-ലെ തിരുഹൃദയ തിരുനാൾ ദിവസം പുതിയ ദേവാലയത്തിന് തറക്കല്ലിടുകയും അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ അടിത്തറ കെട്ടി പൂർത്തിയാക്കുകയും ചെയ്തു. പിൻഗാമിയായി വന്ന പുലിയന്തുരുത്തി ബഹുമാനപ്പെട്ട യൗസേപ്പച്ചൻ പള്ളിപ്പണി പൂർത്തിയാക്കി. കാലം അത്രയും ഇടവകയിലുണ്ടായിട്ടുള്ള ശവസംസ്കാരാദികൾ അയൽപ്പള്ളികളിലെ സെമിത്തേരികളിൽ നടത്തിപ്പോന്നു. 1938-ൽ ഈ പള്ളി വികാരിയായി നിയമിതനായ തച്ചിൽ ബഹുമാനപ്പെട്ട പൗലോസച്ചൻ ഇടവക ജനങ്ങൾക്ക് ശവസംസ്കാരത്തിനുണ്ടായിക്കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുകയും ഒരു സെമിത്തേരി അനുവദിച്ച് കിട്ടുന്നതിന് വേണ്ടി അക്ഷീണം പരിശ്രമിക്കുകയും ചെയ്തു. തൽഫലമായി 1941 നവംബർ 15 അന്ന് ദിവാൻജിയായിരുന്ന സർ CP രാമസ്വാമി അയ്യരിൽ നിന്നും സെമിത്തേരിക്കുള്ള അനുവാദം കരസ്ഥമാക്കുകയും ചെയ്തു. പള്ളിയും സെമിത്തേരിയും അനുവദിച്ച് കിട്ടുന്നതിന് ഉദ്ദേശം 20,000 രൂപ ചെലവാക്കേണ്ടതായി വന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. തുടർന്ന് 1966 വരെ 14 ബഹുമാനപ്പെട്ട വൈദികർ ഈ ഇടവകയെ ഭരിച്ചിട്ടുണ്ട്. 1928-ൽ ബഹുമാനപ്പെട്ട കോട്ടൂർ കുര്യാക്കോസ് അച്ഛൻ ആരംഭിച്ച് ബഹുമാനപ്പെട്ട പുലിയന്തുരുത്തി ഔസേപ്പച്ചൻ പൂർത്തിയാക്കിയ ദേവാലയം സ്ഥലപരിമിതി മൂലം അപര്യാപ്തമായി തീർന്നതിനാൽ നവീന രീതിയിൽ ഒരു ദേവാലയം പടുത്തുയർത്തണമെന്ന ആഗ്രഹത്തോടുകൂടി 1952-ൽ വാടാപ്പുറത്ത് ബഹുമാനപ്പെട്ട ജോബച്ചൻ ചർച്ച് റീകൺസ്ട്രക്ഷൻ ഫണ്ട് എന്ന പേരിൽ ഒരു ഫണ്ട് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു.
പള്ളിപ്പണി ഫണ്ട് 30,000-ലധികം രൂപയായി ഉയർന്ന കാലഘട്ടത്തിലാണ് 1966 ബഹുമാനപ്പെട്ട സേവ്യർ കരിയത്തറ ഈ പള്ളിയുടെ വികാരിയായി നിയമിതനായത്. യുവാവും ഊർജ്ജസ്വലനുമായിരുന്ന അദ്ദേഹത്തിൻ്റെ ഭരണകാല ആരംഭത്തിൽ തന്നെ ദേവാലയ പുനഃസ്ഥാപനത്തിനുള്ള നിശ്ചയം ചെയ്തു. അന്നു മുതൽ അദ്ദേഹത്തിൻ്റെയും ഇടവജനങ്ങളുടെയും ഈ ഇടവകയിൽ നിന്നുള്ള വൈദികരുടെയും അക്ഷീണവും നിരന്തരവുമായ പരിശ്രമത്തിൻ്റെയും ഉദാരമായ സംഭാവനകളുടെയും ഫലമായി ഉദ്ദേശം 1.25 ലക്ഷത്തോളം രൂപ ചെലവ് ചെയ്ത് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഒരു മനോഹര ദേവാലയവും അതിനോടനുബന്ധിച്ച് വൈദികരുടെ താമസത്തിനുള്ള മേടയും പണിയിച്ചു. 1971 മാർച്ച് മാസം 20 പുതിയ ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം കർദിനാൾ ജോസഫ് പാറേക്കാട്ടിൽ നിർവഹിച്ചു. 1985 ബഹുമാനപ്പെട്ട മേലേത്തച്ഛൻ്റെ ശ്രമഫലമായി ഇടവാംഗങ്ങളുടെ സംഭാവനയോടുകൂടെ പള്ളിയുടെ മുൻഭാഗത്ത് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ നാമത്തിൽ ഒരു കപ്പേള പണിതു. പരിശുദ്ധ പിതാവ് ജോൺ പോൾ II മാർപ്പാപ്പയുടെ കേരള സന്ദർശനത്തിൻ്റെ സ്മാരകമായിട്ടായിരുന്നു അത് പണി കഴിപ്പിച്ചത്. 1992 ഇടവാംഗമായ ബഹുമാനപ്പെട്ട ജേക്കബ് മനത്തോടത്ത് അച്ഛൻ എറണാകുളം അതിരൂപത സഹായമെത്രാനായി അഭിഷിക്തനായി എന്ന വസ്തുതയും ഈ ഇടവക അഭിമാനത്തോടെ ഓർക്കുന്നു.